ചെൽസിയുടെ പുതിയ സൈനിങ് ഹാവോ പെഡ്രോ അദ്ദേഹത്തിൻ്റെ 2 ഗോളോട് കൂടി ചെൽസി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലോട്ട് അവർ ക്വാളിഫൈ ആയിട്ടുണ്ട്. അവരിപ്പോൾ ഓൾറെഡി ചെൽസി നമുക്കറിയാം യുഎഫ കോൺഫറൻസ് ലീഗ് ഓൾറെഡി വിൻ ചെയ്തൊരു ടീമാണത്. സോ ഈ ഒരു മാച്ചിലോട്ട് ജസ്റ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലൂമിനൻസ് വേഴ്സസ് ചെൽസി രണ്ടും കട്ടക്കുള്ള ടീം തന്നെയാണ്. ഫ്ലൂമിനൻസ് ഒരു ബ്രസീലിയൻ ടീം ആയതുകൊണ്ട് മോശം പെർഫോമൻസ് നടത്തി എന്നുള്ളതൊന്നല്ല. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടും കട്ട കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലൂമിനൻസിൻ്റെ അവരുടെ ഒരു എന്താ പറയുക ഡീമെറിറ്റ്, അവരുടെ ഡിസഡ്വാൻറ്റേജ്, അവരുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഒന്നും ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഓക്കെ. ഇപ്പോൾ ഇതിലെ ഈ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ബ്രസീലിയൻ പ്ലെയർ ആയിട്ടുള്ള ചെൽസിയുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഹാവോ പെഡ്രോ ആണ്. അദ്ദേഹം ബ്രൈറ്റണിൽ നിന്നും അദ്ദേഹം പുതിയതായിട്ട് ഇപ്പോൾ ചെൽസിയിൽ ജോയിൻ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചാണ്. ഡെബ്യൂ മാച്ചിൽ ചെൽസിക്ക് വേണ്ടി സെമി ഫൈനലിൽ 2 ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു ടീമിനെ ഫൈനലിലോട്ട് അദ്ദേഹം എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഡ്രീം സ്റ്റാർട്ടാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ, ഈ ഒരു ചെൽസി കരിയറിൽ. സോ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി രണ്ടും കട്ടക്കുള്ള ടീമാണ്. 2 ടീമിൻ്റെ വന്ന നല്ല അറ്റാക്കുകൾ ഉണ്ടായിരുന്നു, 2 ടീമിൻ്റെ വന്ന നല്ല ഡിഫെൻസീവായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കുക്കുറെല്ല ചെൽസിയുടെ അദ്ദേഹത്തിൻ്റെ വന്നതും ഒരു ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തിയാഗോ സിൽവ 2-0 എന്നുള്ളൊരു സ്കോറിന് പിന്നിലായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെറുതല്ല. ആ ഒരു സമയത്ത് ചെൽസിയുടെ ഒരു ബോൾ ഉണ്ടായിരുന്നു, ഗോൾ ലൈൻ സേവ് തിയാഗോ സിൽവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കുക്കുറലയുടെ ഈ ഒരു ഗോൾ ലൈൻ സേവ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ഗോൾ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ലൈൻ സേവ് അതായത് 1-0 മുമ്പിലായിരുന്നു ചെൽസി. ഫ്ലൂമിനൻസിന് 1-1 എന്നുള്ള സ്കോറിന് ഈക്വലൈസ് ചെയ്യാനുള്ള ചാൻസ് ആയിരുന്നു. ആ ഒരു സമയത്താണ് ആ ഗോൾ ലൈനിൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് അദ്ദേഹം ആ ഒരു എന്താ പറയുക ഈ ബോൾ ക്ലിയർ ചെയ്ത് കളഞ്ഞത്. അതൊരു കിഡിലൻ സേവായിരുന്നു. ഈ ഒരു മാച്ചിൽ ഐക്കോണിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു സേവായിരുന്നു. നമ്മുടെ മറ്റേ പണ്ടത്തെ ഡേവിഡ് ലൂയിസ് ഒക്കെ സേവ് ചെയ്യില്ലേ, അതേമാതിരി ഒരു പ്ലെയറാണ് ഈ ഒരു കുക്കുറേല എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മുടിയൊക്കെ വളർത്തിയിട്ട് സോ അങ്ങനത്തെ ഒരു സേവായിരുന്നു അത്. അങ്ങനെ നല്ല മാച്ചായിരുന്നു കഴിഞ്ഞ മാച്ച് എന്ന് പറയുന്നത്. ചെൽസിക്കായിരുന്നു കുറച്ചും കൂടി ഫാൻ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ 2-0 എന്നുള്ളൊരു സ്കോറിന് ചെൽസി വിജയിച്ചു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാവോ പെഡ്രോ നമ്മുടെ പെഡ്രോ നെറ്റോയുടെ അസിസ്റ്റിൽ നിന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് റീബൗണ്ട് ഹാവോ പെഡ്രോക്ക് കിട്ടി. അതേപോലെ ഒരു കേവിങ് ഷോട്ട് എല്ലാവരും നെറ്റോ ഞെട്ടി. പിന്നെ അതുപോലെ തന്നെ ചെൽസിയുടെ കോച്ച് മാനേജറും ആകെ തന്തം വിട്ട് നോക്കിക്കത് എന്ത് ഈ പ്ലെയർ, അത് അച്ചാതി കിഡിലും ഗോളായിരുന്നു. അത് രണ്ടാമത്തെ ഗോളും അത് എൻസോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റിൽ നിന്നും ഹാവോ പെഡ്രോ ലെഫ്റ്റ് വിങ്ങിലൂടെ ഒറ്റയ്ക്ക് ഒരു ബോൾ കൊണ്ടുപോയി ആ ഒരു കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വന്ന് റൈറ്റ് ഫുട്ടിൻ്റെ ഒരു കിഡിലും പവർഫുൾ ഷോട്ട് ബാറിമ തട്ടി അങ്ങനെ ഉള്ളിലേക്ക് പോയി. ഒരു കിട്ടില്ല, നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു എന്താ പറയുക പവറാണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഷോട്ട്. എന്തായാലും ആ ഒരു 2 ഗോളോട് കൂടി ഹാവോ പെഡ്രോ ചെൽസി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ഹാവോ പെഡ്രോ തന്നെയാണ് ഈ ഒരു മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ചും. അങ്ങനെ മാച്ച് അവസാനിച്ചു. എനിക്ക് ഈ ഒരു മാച്ചിൽ ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നിയത് തിയാഗോ സിൽവയോട് തന്നെയാണ്. 40 വയസ്സായിട്ടും എന്ത് കമ്മിറ്റ്മെൻറ്റോട് കൂടിയാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചാപ്റ്റർ ഓവറായി, അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ചാപ്റ്റർ ഓവറായി. പക്ഷേ ഫ്ലൂമിനൻസ് എന്ന് പറയുന്ന ടീം തല ഉയർത്തി തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും പോകേണ്ട ഒരു ടീമാണ്. കാരണം അവരുടെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹിലാലിനെ അവർ പരാജയപ്പെടുത്തി, റൗണ്ട് ഓഫ് 16 ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി, അങ്ങനെ എന്താ പറയുക ഒരു യൂറോപ്യൻ ടീംസിനൊക്കെ പുറത്താക്കിയിട്ടാണ് സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയത്. അങ്ങനെ ഫ്ലൂമിനൻസിൻ്റെ കഴിഞ്ഞു. 40 വയസ്സുള്ള തിയാഗോ സിൽവ, അദ്ദേഹത്തിൻ്റെ ഫോമർ ക്ലബ്ബായിരുന്നു ചെൽസി, ആ ഒരു ടീമിനോട് പരാജയപ്പെട്ട് അവർ പുറത്തായി. ചെൽസി അങ്ങനെ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇന്ന് ഒരു മാച്ച് ഉണ്ട്, പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് റയൽ മാഡ്രിഡ്. എന്താ പറയുക, നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന PSG-യും എന്താ പറയുക സാബി അലൻസോ വന്നതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയായിട്ട് വരുന്ന റയൽ മാഡ്രിഡും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രി നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.